അങ്ങനെ ആഗസ്റ്റ് 15 12 മണിക്ക് തന്നെ നമ്മുടെ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ 40 കണ്ടസ്റ്റൻ്റാണ് ടോട്ടലി പങ്കെടുക്കുന്നത്. അതിൽ 30 പേര് ഡയറക്റ്റ് ഓഡീഷനിലൂടെയും ബാക്കി 10 പേര് വൈറ്റ് ഗോൾഡിൻ്റെയും മൈജിയുടെയും കെയർ ഓഫിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റെനീഷയാണ് ഇത് അവതാരികയായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ അഖിൽ മാരാരും രഞ്ജിനി ഹരിദാസും റിയാസ് സലീം ഇവരാണ് ജഡ്ജസ്. അപ്പോൾ ആദ്യം തന്നെ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലേക്ക് ക്ഷണിച്ചതിന് ശേഷം മത്സരാർത്ഥികളെ അവിടെ നിരത്തി നിർത്തുന്നു. അതിനുശേഷം അവർക്ക് ആദ്യമായിട്ടുള്ള ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്നും 20 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ പൂട്ടുകൾ വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ക്ലൂ അടങ്ങിയിട്ടുള്ള താക്കോൽ. അപ്പോൾ ഈ ക്ലൂ അടങ്ങിയിട്ടുള്ള താക്കോൽ കിട്ടുന്ന ആളുകൾ ഈ ക്ലൂ നോക്കി മാച്ചാവുന്ന പൂട്ട് തുറക്കുക. ഇതാണ് ടാസ്ക്. അതിൽ 20 പേർക്ക് ഇതിൽ സെലക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ റെനീഷ ബിസിലടിക്കുമ്പോഴേക്കും എല്ലാവരും ഓടിച്ചെന്ന് പല താക്കോലുകൾ എടുക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് അവിടെ ആദ്യമായി തന്നെ ഇതിലുള്ള കുതികാൽ വെട്ടും പറ്റിക്കലും അവിടെ ആദ്യം നടക്കുകയാണ്. അതിൽ ഒരു ലേഡി ക്ലൂ കിട്ടി, അവർ താക്കോൽ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ താക്കോൽ എല്ലാവരും പല താക്കോലും ഈ പൂട്ടിലിട്ട് തിരിക്കുന്നതുകൊണ്ട് തന്നെ ജാമായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പരിചയമുള്ളൊരു വ്യക്തി തന്നെയാണ്. തൊട്ടടുത്ത് താക്കോൽ വേഗം ഒന്നും ചോദിക്കുന്നില്ല, വേഗം മേടിച്ച് തുറക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം അവൻ താക്കോൽ കൊടുക്കുന്നില്ല. റെനീഷ വന്ന് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ താക്കോലാണോ? അപ്പോഴാണ് ലേഡി പറയുന്നില്ല, എൻ്റെ താക്കോൽ ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചാണ് കൊടുത്തതെന്ന് പറഞ്ഞ് അവിടെ ബഹളം വയ്ക്കുന്നത്. അപ്പോൾ പക്ഷേ ക്ലൂ ഇവർ കൊടുക്കാത്തത് കൊണ്ട് തന്നെ റെനീഷ പറഞ്ഞു, ക്ലൂ ഇല്ലാതെ താക്കോൽ കിട്ടിയിട്ട് കാര്യമില്ല, ക്ലൂ തിരിച്ചു കൊടുക്കാൻ പറയുകയാണ്. അവർക്കൊരു അവസരം കൂടി കൊടുക്കുന്നു. അങ്ങനെ അവരും ഈ 20 പേരുടെ ലിസ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ 20 പേരെയും കൊണ്ട് നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതിൽ തുടക്കം തന്നെ ഈ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കോമണേഴ്സിൻ്റെ ഇടയിൽ ഫസ്റ്റ് ടാസ്കിൽ തന്നെ ചതിക്കലും കുതുകാലൂട്ടിലും ഒരു അടിയുടെ ഒരു ലെവൽ വരെ എത്തിയൊരു സംഭവമായിരുന്നു. പിന്നെ റെനീഷ ഇടപെട്ട് അത് എന്താ പറയുക സോൾവാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് രസകരമായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. കൂടുതൽ അഗ്നിപരീക്ഷ മെയിൻ കളിക്കാർ രംഗത്തിറങ്ങി കഴിയുമ്പോൾ ഇതെങ്ങനെ ആവുമെന്ന് നമുക്ക് കണ്ടറിയാം. അടുത്തൊരു അപ്ഡേറ്റുമായി ഇവിടെ തന്നെ വരാം. താങ്ക് യു.